ഓക്കെ അല്ലേ, ഗുഡ് മെഡിറ്റേഷൻ. ഈ ഫോർഗിവ്നെസ് മെഡിറ്റേഷന്റെ ഒരു സംഭവം എന്താന്ന് വെച്ചാലല്ലേ, പലപ്പോഴും ചിലപ്പോൾ നമ്മൾ വലിയ നമ്മുടെ ട്രോമകളൊക്കെ എടുത്തു കഴിഞ്ഞാല് നമുക്ക് വലിയ എനർജി ഉണ്ടാക്കും, നെഗറ്റീവ് എനർജി ഉണ്ടാക്കും നമ്മുടെ മനസ്സിന്റെ ഉള്ളില്. നമുക്ക് പലപ്പോഴും ഒന്നിച്ച് ഹീല് ചെയ്ത് ഒഴിവാക്കാൻ പറ്റിയില്ല എന്ന് വരും. അപ്പൊ എപ്പോഴും നമ്മൾ ഫോർഗിവ്നെസ് സെഷനിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ എടുത്ത് ഫോർഗിവ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിന് ആ ഒരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, ഗുഡ് മോർണിംഗ്, ഹലോ ഹസീന. നമ്മുടെ അപ്പം ഇന്നത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് റിലേഷൻഷിപ്പുകളെയാണ്. നമ്മുടെ സന്തോഷത്തിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, നമ്മുടെ സന്തോഷത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. നമ്മൾ ഹാപ്പി ആയിരിക്കണം, നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ റിലേഷൻഷിപ്പാണ്, ബന്ധങ്ങളാണ്, പൈസയല്ല. പൈസ ഇല്ലാതെ നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാല് പറ്റുമൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിന് പൈസ വേണം. പക്ഷെ പൈസയല്ല നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന, നമ്മുടെ സന്തോഷത്തെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറഞ്ഞാൽ അത് പൈസയല്ല. പൈസ ഒരു ഘടകമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഏറ്റവും വലിയ ഘടകം എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പിലാണ്. ഈ റിലേഷൻഷിപ്പിലേക്ക്, ബന്ധങ്ങളിലേക്ക് പൈസ വരുമ്പോഴാണ് പൈസ വലിയ ഒരു പ്രശ്നമായിട്ട് മാറുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? ജസ്റ്റ് കമന്റ് ചെയ്യുക. നമ്മുടെയൊക്കെ പൈസ ഘടകമായിട്ട് വരുന്നത്, പ്രശ്നമായിട്ട് വരുന്നത്, നമ്മുടെ സന്തോഷത്തെ അത് ബാധിക്കുന്നത് ഈ ബന്ധങ്ങളിൽ, റിലേഷൻഷിപ്പില് നമുക്ക് ശരിയായിട്ടുള്ള ലൈഫ്, സോഷ്യൽ ഇന്ററാക്ഷൻ, പുറത്തേക്കുള്ള ഘടകങ്ങള്, ബാക്കിയുള്ളവരോടുള്ള നമ്മുടെ ഇന്ററാക്ഷൻസ്, നമ്മുടെ സുഹൃത്തുക്കള്, അതിൻ്റെയൊക്കെ ആ ബന്ധങ്ങൾക്കിടയിലേക്ക് നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്ത കാരണം നമുക്ക് അതിലൊന്ന് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് പൈസ ഒരു ഘടകമായിട്ട് വരുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തെ തീരുമാനിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറഞ്ഞാൽ അത് ബന്ധങ്ങളാണ്, നമ്മുടെ റിലേഷൻസ് ആണ്. അപ്പൊ ഈ റിലേഷൻഷിപ്പിന് ഒരേ സമയം നമ്മളെ സന്തോഷിപ്പിക്കാനും അതേപോലെ തന്നെ നമ്മളെ സന്തോഷമില്ലാത്ത ദുഃഖത്തിലേക്കും വിരഹത്തിലേക്കും ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസിലേക്ക് എത്തിക്കാനും ശേഷിയുണ്ട് നമ്മുടെ റിലേഷൻഷിപ്പുകൾക്ക്, അല്ലെ? അപ്പൊ ഈ റിലേഷൻഷിപ്പുകൾ ഹെൽത്തി ആയിരിക്കുക, റിലേഷൻഷിപ്പുകൾ നല്ല രീതിയിൽ പോവുക എന്നുള്ളത് സോഷ്യൽ ഇന്ററാക്ഷൻ എന്നാണ് പറയുക സൈക്കോളജിയിൽ. ബാക്കിയുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റങ്ങൾ കറക്റ്റ് ആവുക എന്നുള്ളത്, അവര് നമ്മളോടുള്ള പെരുമാറ്റങ്ങള് അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാവുക എന്നുള്ളത് നമ്മൾ ദിവസം മൊത്തം ഹാപ്പി ആയിരിക്കാൻ, എനർജിയോടെ ഇരിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഇതില് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. ഇതിൽ പ്രൈമറി ആയിട്ട് നമുക്ക് പറയാനുള്ളത് റിലേഷൻഷിപ്പുകള് റെഡിയായി വരാത്തതിന്റെ, പലപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് വരാത്തതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല് മുന്നേ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന എക്സ്പീരിയൻസുകളാണ്, റിലേഷൻഷിപ്പ് ട്രോമകളാണ്. അത് ചിലപ്പോൾ ഇതിന് മുന്നേ നമ്മുടെ സുഹൃത്തുക്കള്, നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. ശരിക്കും ഓക്സിറ്റോസിൻ എന്ന് നമ്മൾ പറയും, ഓക്സിറ്റോസിൻ റിലീസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകള്, അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം സംഭവിച്ചാല് നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ നമ്മൾ വിചാരിച്ച പോലെ നമ്മളെ കെയർ ചെയ്തില്ല, നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ട നിമിഷങ്ങളിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല, അവർ നമ്മളെ പറ്റിച്ചു, വഞ്ചിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളെ ഡീപ്പറായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യും. കാരണം റിലേഷൻഷിപ്പിന്റെ ബേസ് എന്ന് പറഞ്ഞാല് ഏത് റിലേഷൻഷിപ്പ് ആയിരുന്നാലും, അതിന് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫാമിലി റിലേഷൻഷിപ്പ് ആയിരുന്നാലും, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരുന്നാലും, ആരായിരുന്നാലും, ഫാമിലി റിലേഷൻസോ പുറത്തുനിന്നുള്ള ഫ്രണ്ട്സ് സർക്കിളോ എന്തായിരുന്നാലും, ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുമ്പോഴാണ് അവർ നമ്മൾ കൂടുതലായ ഒരു ഇന്റിമസി നമുക്ക് ഫീൽ ചെയ്യുന്നത്, ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സൗഹൃദ ബന്ധം നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത്തരത്തിലെ സൗഹൃദ ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ശേഷം അതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചാൽ, വിള്ളലുകൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഡീപ്പറായിട്ട് എഫക്റ്റ് ചെയ്യും. അത് ട്രോമകളായിട്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കയറിക്കൂടും. ഞാൻ കുറച്ച് കാര്യങ്ങൾ വരാം, നമ്മുടെ മനസ്സിൽ റിലേഷൻഷിപ്പ് ട്രോമകൾ ഉണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, നമ്മൾ ഹീല് ചെയ്ത് ഒഴിവാക്കണോ വേണ്ടേ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒന്ന് നമുക്ക് തന്നെ അറിയാം. ചിലത് നമുക്ക് തന്നെ അറിയാം, ഇതില് റിലേഷൻഷിപ്പ് ട്രോമകൾ എൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ തന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും, അവര് എന്നെ പരിഗണിച്ചില്ല, ഞാൻ ഈ ഒരു അവസ്ഥ എനിക്ക് വന്നപ്പോൾ എന്നെ
ഒന്ന് സപ്പോർട്ട് ചെയ്യുക പോലും ചെയ്തില്ല. ഹസ്ബൻഡൊക്കെ അവരുടെ സൈഡായിരുന്നു, എനിക്ക് ഒരാളും സപ്പോർട്ട് ചെയ്തില്ല എന്ന് നമ്മളോട് തന്നെ അതല്ലെങ്കിൽ പുറത്തെ ആളുകളോട് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒബ്വിയസ്ലി നമുക്കറിയാം ആ ഒരു ട്രോമ നമ്മുടെ മനസ്സിനുള്ളിലുണ്ട്, അത് പോയിട്ടില്ല എന്നുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാനും ബാക്കിയുള്ളവരെ വിശ്വസിക്കാൻ ഭയങ്കരമായിട്ട് പേടിയായിരിക്കും. അത് എന്ത് കാര്യമായിരുന്നാലും ബാക്കിയുള്ളവരെ വിശ്വാസത്തിൽ എടുക്കാൻ നമ്മൾക്ക് ഭയങ്കരമായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും അങ്ങനെ പ്രശ്നം ആലോചിക്കും. ഒരു ചെറിയ കാര്യം പോലും അവർ വിശ്വാസത്തിലെടുക്കാൻ വിശ്വസിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റില്ല. നമുക്ക് എപ്പോഴും പേടിയായിരിക്കും. ഇതിന് ട്രസ്റ്റ് ഇഷ്യൂസ് എന്ന് പറയും. അധിക ഫാമിലി റിലേഷൻഷിപ്പിൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഈ പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. ട്രസ്റ്റ് വരുന്നില്ല അവർക്ക്, പരസ്പരം ട്രസ്റ്റ് എപ്പോഴും ഡൗട്ടാണ്. ഹസ്ബൻഡിന് ഒരുപാട് ബന്ധങ്ങളുണ്ട്, റിലേഷൻസ് ഉണ്ട് എന്നൊക്കെ ഡൗട്ടുകളാണ്. അതേപോലെ തന്നെ തിരിച്ചും, ഇത് വൺ സൈഡഡ് അല്ല, തിരിച്ചും ഇത്തരത്തിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസ്. പിന്നെ അതേപോലെ തന്നെ കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് ഫിയർ ഓഫ് ഇൻറ്റിമസി എന്ന് പറയും. അത് ഫിസിക്കൽ റിലേഷൻ ആയിരിക്കാം, അതേപോലെ തന്നെ മെന്റലി കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കുന്ന അവസ്ഥയായിരിക്കാം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് ഒരുപാട് ഫിയർ ഉണ്ടായിരിക്കും, പേടിയായിരിക്കും, ഭയങ്കരമായിട്ട് പേടിയായിരിക്കും. ഒരുപാട് അടുത്ത് കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ, അത് പിന്നെ നമുക്ക് ഒരുപാട് നമ്മുടെ മെന്റൽ ടെൻഷൻസ് വരുന്നില്ലേ എന്നുള്ള പേടി. അത് വേറെ ടോപ്പിക്കാണ് കേട്ടോ. നിങ്ങൾ ഓവറായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നാലും പ്രശ്നം തന്നെയാണ്. പക്ഷെ ഇത് ഒരുപാട് പേടിച്ചുകൊണ്ട് റിലേഷൻഷിപ്പിൽ പരസ്പരം ഇന്റിമേറ്റ് ആവാതിരിക്കുന്ന ഒരു സ്വഭാവം, ഇതും മുന്നത്തെയുള്ള പാസ്റ്റ് ലൈഫ് ഇൻസിഡൻസ് കാരണം ഇങ്ങനെ ആവുന്നതാണ്. മുന്നേയുള്ള ട്രോമകൾ കാരണം ഇങ്ങനെ ആവുന്നതാണ്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ ഈ റിലേഷൻഷിപ്പിൽ ബാക്കിയുള്ളവരോട് പെരുമാറുമ്പോൾ, ബാക്കിയുള്ളവരോട് ഇടപഴകുമ്പോൾ ഒക്കെ നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഇമേജ് എന്താണ് എന്നുള്ളത്, റിലേഷൻഷിപ്പുകൾ അത് ഫാമിലി റിലേഷൻസ് ആയിരിക്കാം, നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം, പുറത്തിറങ്ങി പുറത്തെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നമ്മളെ കുറിച്ചുള്ള ചിത്രം, പിക്ചർ എന്താണ് എന്നുള്ളത്, ഇതിനെയാണ് നമ്മൾ സെൽഫ് എസ്റ്റീം എന്ന് പറയുക. സ്വയം നമ്മൾ ആരായിട്ടാണ് കാണുന്നത്, നമ്മളെ കുറിച്ചുള്ള നമ്മളുടെ പിക്ചർ എന്താണ് എന്നുള്ളത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ഈ ട്രോമകളിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. ഇത് വളരെ ലോ ആയി കഴിഞ്ഞാൽ, നമ്മളെ കുറിച്ചുള്ള നമുക്കുള്ള പിക്ചർ വളരെ ലോ ആയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നല്ലൊരു ഹെൽത്തി റിലേഷൻസിലേക്കോ സൗഹൃദ ബന്ധങ്ങളിലേക്കോ സോഷ്യൽ ഇന്ററാക്ഷൻസ്, ബാക്കിയുള്ളവരായിട്ടുള്ള ഇന്ററാക്ഷൻസിൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളുടെ സ്വയം ഉള്ള വിചാരം, നമ്മുടെ സ്വയം ഉള്ള കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ വളരെ ലോ ആണ്. ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമ്മുടെ മനസ്സിനോട് ജസ്റ്റ് നിങ്ങൾ ഇപ്പൊ തന്നെ ചോദിച്ചാൽ മതി, എന്താണ് റിലേഷൻഷിപ്പുകളിൽ ബാക്കിയുള്ളവരോട് സംസാരിക്കുമ്പോൾ, ഫ്രണ്ട് സർക്കിളില്, ഫാമിലി സർക്കിളുകളിൽ, നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ അല്ലെ, നമുക്ക് പരിചയമില്ലാത്ത ആളുകളുടെ മുന്നിൽ പോയി സംസാരിക്കുമ്പോൾ എന്നെ കുറിച്ച് എൻ്റെ തോന്നൽ എന്താ, എന്നെ കുറിച്ചുള്ള എൻ്റെ വിചാരം എന്താ, എന്നെ കുറിച്ച് ഞാൻ ഉള്ളിൽ ഉണ്ടാക്കി വെച്ച ഇമേജുകൾ എന്തൊക്കെയാണ്? കൊള്ളരുതാത്തവനാണോ, ബാക്കിയുള്ളവരോട് ഇടപഴകുമ്പോൾ പ്രശ്നം, കോൺഫിഡൻസ് ഇല്ലാത്തവനായിട്ടാണോ, എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇതിനെ നമ്മൾ ഇന്റർമീഡിയറ്റ് ബിലീഫ് എന്നാ പറയാ. ഇന്റർമീഡിയറ്റ് ബിലീഫ് ഇതെന്താണ് എന്നുള്ളത്, നിങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? ജസ്റ്റ് കമന്റ് ചെയ്യും. നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇപ്പൊ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ബാക്കിയുള്ളവരോട് സംസാരിക്കുമ്പോൾ പരിചയമുള്ള ആളുകൾ, പരിചയമില്ലാത്ത ആളുകൾ, നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരും ആയിരിക്കാം, നിങ്ങളുടെ SLC പഴയ കാലത്തുള്ള ഫ്രണ്ടുകളെ നിങ്ങളിപ്പോൾ കണ്ടു, സുഹൃത്തുക്കളൊക്കെ കണ്ടു, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ വരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ നമുക്കറിയാം, നമുക്കിതിനു മുന്നേ അനുഭവിച്ചിട്ടുണ്ട്, നമ്മുടെ ഉള്ളിലുള്ള ഇമേജ് എന്താണ്, നമ്മളെ കുറിച്ചുള്ള ഇമേജ്, അതിന് നമ്മൾ ഇന്റർമീഡിയറ്റ് ബിലീഫ് എന്ന് പറയും. കോൺഫിഡൻസ് കുറയുന്നു, ഓക്കെ. ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ കോൺഫിഡൻസ് കുറയില്ല. ചിലർക്ക് സോഷ്യൽ ആങ്സൈറ്റി നമ്മൾ പറയും, പുറത്തേക്ക് ഇറങ്ങി സംസാരിക്കും ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു കുറവ് വരും. അപ്പൊ ഇതെന്താണ് എന്നുള്ളത് ഫസ്റ്റ് എന്തോ ആയിക്കോട്ടെ കേട്ടോ, നെഗറ്റീവോ പോസിറ്റീവോ എന്നുള്ളതല്ല, നമ്മൾ മനസ്സിലാക്കി വെക്കണം, ഐഡന്റിഫൈ ചെയ്യണം, കറക്റ്റായിട്ട് അതിനെ നോട്ട് ചെയ്ത് വെക്കണം, നമ്മുടെ ഇന്റർമീഡിയറ്റ് ബിലീഫ് എന്താണ് എന്നുള്ളത്.
കാരണം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സ്വഭാവം വരികയുള്ളൂ, നമ്മുടെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വരികയുള്ളൂ. കാരണം ഈ ഇന്റർമീഡിയറ്റ് ബിലീഫിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയുള്ള കാരണങ്ങളാണ് നമ്മൾ പുറത്ത് തപ്പിക്കൊണ്ടിരിക്കുക. അത് കിട്ടുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കും. നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവാണ് മനസ്സിൻ്റെ ഉള്ളിൽ ഇന്റർമീഡിയറ്റ് ബിലീഫ് എങ്കിൽ അതിനെ സാധൂകരിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിന്റെ അടുത്ത് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ കോൺഫിഡൻസ് ഇല്ലാത്തത് കാരണം നിങ്ങൾക്ക് ശരിയായിട്ട് സംസാരിക്കാൻ സാധിച്ചില്ല. ഓക്കെ, ഇത് ശരീരം നോട്ട് ചെയ്ത് വെക്കും, ഇത് ശരീരം എടുത്ത് നോട്ട് ചെയ്ത് വെക്കും. പക്ഷെ നിങ്ങൾ നന്നായി പെർഫോം ചെയ്തത്, നിങ്ങൾ വിചാരിച്ചതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ പെർഫോം ചെയ്ത സാഹചര്യങ്ങൾ മനസ്സത്ര നോട്ട് ചെയ്യില്ല, മനസ്സായി എടുത്ത് ഓർത്ത് വെക്കില്ല. കാരണം നിങ്ങളുടെ വിശ്വാസം, ഇന്റർമീഡിയറ്റ് വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ്. അതിനെ സാധൂകരിക്കാൻ, അതിനെ കൂടുതൽ സ്ട്രോങ് ആക്കാനുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. അതാണ് സംഭവിക്കുന്നത്. ലോ സെൽഫ് എസ്റ്റീം, ഇത് ഒരു റിലേഷൻഷിപ്പ് ട്രോമകളാണ്. ഇതിന്റെ വേരുകൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ലോ സെൽഫ് എസ്റ്റീം ഉണ്ടായി, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള കോൺഫിഡൻസ് കുറഞ്ഞു, അതല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള ഒരു നെഗറ്റീവ് ബിലീഫ്, വിശ്വാസം, ഇന്റർമീഡിയറ്റ് വിശ്വാസം നിങ്ങളിൽ വന്നു എന്ന് ചോദിച്ചാൽ അതിന് കാലുകൾ ഉണ്ടായിരിക്കും, കാരണങ്ങൾ ഉണ്ടായിരിക്കും. ഇല്ലേ? നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾ തപ്പി നോക്കിയാൽ മതി. എന്തുകൊണ്ട്? കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സ് പറഞ്ഞു തരും. അന്ന് നീ ഇങ്ങനെ പെരുമാറിയപ്പം നിന്നെ കൊണ്ട് സാധിച്ചില്ല, നീ ബബ്ബ അടിച്ചു നിന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിനക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ല, നിനക്ക് സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കാൻ, ബാക്കിയുള്ള ഇടപഴകുമ്പം അതിനുള്ള ഒരു സ്കില്ല് നിനക്കില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മുടെ മനസ്സ് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു തരും. അത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ബിലീഫ് എന്ന് പറയാം, കാരണങ്ങൾ. ഓക്കെ, ക്ലിയർ അല്ല ഞാൻ പറഞ്ഞത്? പിന്നെയുള്ള ഒരു നമ്മൾ ഇതിന്റെ കാരണങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ട്രോമകൾ ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള സംഭവങ്ങളാണ് പറഞ്ഞത്. നെക്സ്റ്റ് ഉള്ളത് നമ്മൾ സ്ഥിരം പറയാവുന്ന ഒന്നാണ്, ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള പേടി, ഫിയർ ഓഫ് അബാൻഡൻമെന്റ്. ലൈഫില് നമ്മൾ ഒരുപാട് ഒറ്റപ്പെട്ടു പോകുമോ, ബാക്കിയുള്ളവരെന്നെ ഒഴിവാക്കി പോകുമോ, എൻ്റെ ലൈഫിൽ എനിക്ക് ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ ഞാൻ ഒറ്റക്കായി എന്താ ചെയ്യുക, ഒരുപാട് പേടി. ബാക്കിയുള്ളവർ എന്നെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സ്വന്തം ഇമോഷൻസ്, സ്വന്തം കാര്യങ്ങളൊന്നും കെയർ ചെയ്യുക പോലുമില്ല. എനിക്ക് സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്, എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ കെയർ ചെയ്യുന്നില്ല. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, അവരെന്താണ് ചിന്തിക്കുന്നത്, അത് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതിന്റെ ബേസിക് കാരണം എല്ലാവരും എന്നെ ഇട്ടിട്ട് പോകുമോ, എല്ലാവരും എന്നെ ഒഴിവാക്കി പോകുമോ, ഞാൻ ഒറ്റക്കാവുമോ എന്നുള്ള ഒരു പേടി. ഓക്കെ, ക്ലിയർ ആയില്ലേ? പിന്നെ ചില സംഭവം ഉള്ളത് എന്താന്ന് വെച്ചാൽ, ചെറിയ തെറ്റുകളായിരിക്കാം, മിസ്റ്റേക്കുകളൊക്കെ ആയിരിക്കാം, ബാക്കിയുള്ളവരോടായിരിക്കാം, നമ്മളോടായിരിക്കാം, നമ്മൾ ഒട്ടും ക്ഷമിച്ചു കൊടുക്കില്ല. ഇനബിലിറ്റി ടു ഫോർഗീവ് എന്നാ പറയാ, ക്ഷമിച്ചു കൊടുക്കാനുള്ള ഒരു കഴിവില്ലാത്ത അവസ്ഥ, ക്ഷമിക്കാൻ പറ്റുന്നില്ല. മനസ്സതിങ്ങനെ വീണ്ടും ഇട്ടിട്ട് ഇങ്ങനെ കളിക്കുന്നു. മനസ്സിന്റെ അകത്ത് ഇതേ ബോൾ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നത് പോലെ, ഇത് ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിക്കുന്നത് പോലെ ഈ വിഷമങ്ങള് അകത്ത് ഇങ്ങനെ കളിക്കുന്നു. ഫോർഗിവ് ചെയ്യാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഈ ക്ഷമയുടെ ശേഷി, ക്ഷമിക്കാനുള്ള കഴിവൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലുള്ള കഴിവാണ് കേട്ടോ, മനസ്സിന്റെ കഴിവാണ് ഇതൊക്കെ. നമ്മുടെ മനസ്സ്, ശരീരം ഉണ്ടാക്കി വെച്ചത് ഓട്ടോമാറ്റിക്കലി അത് ക്ലീൻ ചെയ്ത് റെഡിയായി വരാനുള്ള സംവിധാനങ്ങളോട് കൂടി തന്നെയാണ്. പ്രശ്നങ്ങൾ വരാം, ട്രോമകൾ വരുമ്പോൾ അത് സ്വയം ഹീല് ചെയ്യാനുള്ള കപ്പാസിറ്റി ശരിക്കും നമ്മുടെ മനസ്സിനുണ്ട്. നമ്മളത് ഉപയോഗപ്പെടുത്തുന്നില്ല, അത് റെഡിയാക്കി എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്ത് സംഭവം വന്നാലും ക്ഷമിച്ചു കൊടുക്കാനുള്ള ശേഷി നമ്മുടെ മനസ്സിനുണ്ട്. നിങ്ങൾ ഓർത്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ക്ഷമിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ട്രോമാറ്റിക് ആയിട്ടുള്ള മനസ്സിന് ഒരിക്കലും കൂടുതലായിട്ട് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റില്ല, മനസ്സിലിങ്ങനെ കിടക്കും. അത് ഒരു കാരണമാണ്. ഓക്കെ, പിന്നെ ഉള്ളത് ഇമോഷണൽ നംബ്നെസ് എന്ന് പറയും, വികാരമില്ലാത്ത അവസ്ഥ. ആ, നമ്മളിതിനെ ശരിക്കും മെഡിക്കൽ പറയാ ഇൻഡിഫറൻസ് എന്ന് പറയും, അല്ലേ? ചില ആളുകൾ കണ്ടില്ലേ, പ്രത്യേകിച്ച് വികാരമൊന്നും ഇല്ലാതായിട്ടുണ്ടാവും. ഇതൊക്കെ കണ്ട് ഞാൻ ഒരുപാട് കണ്ട് മരവിച്ചു പോയി എന്ന് പറയും, അല്ലെ? അതും ഒരു ട്രോമ റെസ്പോൺസ് ആണ്. ഒരുപാട് പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസ് മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടഞ്ഞടഞ്ഞ് മാലിന്യങ്ങളൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ കൂടിയിട്ടാണ് ഈ ഒരു വികാരമില്ലാത്ത അവസ്ഥ, നമ്പനെസ് എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തുന്നത്.
ഇതിന്റെ അർത്ഥം നമ്മൾ ആ സംഭവങ്ങളൊക്കെ ഓരോന്നെടുത്ത് ഹീൽ ചെയ്ത് ഒഴിവാക്കണം എന്നുള്ളതാണ്. ഞാൻ ഇനിയും ഒരുപാട് ഇങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. ഇത് ഒരുപാട് പറഞ്ഞാൽ ഇതെന്നെ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് ഈ സംഭവങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഹീൽ ചെയ്ത് ഒഴിവാക്കണം. എങ്കിലേ നമുക്കൊരു ഹാപ്പിനെസ് ലൈഫിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. റിലേഷൻഷിപ്പിന്റെ ഏരിയ, ബാക്കിയുള്ളവരോടുള്ള സോഷ്യൽ ഇന്ററാക്ഷന്റെ ഏരിയ ക്ലിയർ ആവാതെ നമുക്കൊരിക്കലും ഹാപ്പിനെസ്സിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. കാരണം നമ്മൾ ഉണ്ടാക്കി വെച്ചത്, നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകളാണ്. നമ്മൾ ഒറ്റയ്ക്ക് കാട്ടിൽ പോയി ജീവിക്കല്ല ചെയ്യുന്നത്, അല്ലേ? അതുകൊണ്ട് സോഷ്യൽ ഇന്ററാക്ഷൻസ് വരും. അത് നമ്മുടെ മനസ്സിനെ ബാധിക്കും, തീർച്ചയാണ്. അത് അംഗീകരിച്ചുകൊണ്ട് അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രോമകൾ ഉണ്ടെങ്കിൽ ട്രോമകൾ ഹീൽ ചെയ്യണം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മളെ ബാധിക്കുന്നതെങ്കിൽ അത് ഹീൽ ചെയ്യണം. ഞാൻ പറഞ്ഞ ഇന്റർമീഡിയറ്റ് ബിലീഫ് നിങ്ങൾ ഇന്ന് തന്നെ പോയി നിങ്ങൾ എഴുതി നോക്കുക. എന്താണ് നിങ്ങളെ കുറിച്ചുള്ള കറക്റ്റ് നിങ്ങളുടെ പിക്ചർ? അതിന് കാരണങ്ങളായിട്ടുള്ള ഒരുപാട് ബേസിക് ബിലീഫുകൾ ഉണ്ടാവും, വിശ്വാസങ്ങൾ ഉണ്ടാകും. അത് നിങ്ങൾ എഴുതി വെക്കണം. ഈ ഇന്റർമീഡിയറ്റ് ബിലീഫിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റാനുള്ള, ഇത് മാറ്റം വരുത്തിയാൽ അല്ലാതെ ഒരിക്കലും നമുക്ക് ലൈഫിൽ രക്ഷപ്പെടാൻ പറ്റില്ല കേട്ടോ. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം ഇന്റർമീഡിയറ്റ് ബിലീഫ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. കോൺഫിഡൻസ് ഇല്ലാത്തവനാണ് നിങ്ങളെന്ന് എത്ര കാലം നിങ്ങൾ വിശ്വസിക്കുന്നോ അത്രയും കാലം അതിനെ സാധൂകരിക്കാനുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അതല്ല, ഇന്ന് മുതൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറുണ്ടോ നിങ്ങൾക്ക് കോൺഫിഡൻസ് തിരിച്ചു വരും എന്നുള്ളത്? കോൺഫിഡൻസ് റിലേഷൻഷിപ്പിൽ ഇന്ന് മുതൽ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് പെരുമാറും എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. അത് പണ്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ ആ ഒരു കോൺഫിഡൻസ് ഇന്റർമീഡിയറ്റ് ബിലീഫായിട്ട് മാറി വരും. അതാണ് ഇതിന്റെ ഒരു റൂള്, ഇതിന്റെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതല്ലാതെ നമ്മൾ ഇത് മാറ്റാൻ വേണ്ടി ബേസിക് ബിലീഫുകൾ തപ്പി നടന്നാൽ ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. കാരണം നമ്മുടെ മനസ്സ് ഇതേ നോട്ട് ചെയ്യുകയുള്ളൂ. അല്ലെ? ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ജസ്റ്റ് കമന്റ്, ക്ലിയർ അല്ലേ പറഞ്ഞത്? നമ്മുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ അത് എടുത്തു നോക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും മുറിപ്പെടുത്തിയത്, മനസ്സിൽ ഏറ്റവും വിങ്ങലായി കൊണ്ട് നടക്കുന്ന ഇൻസിഡൻസുകളൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിച്ച നിങ്ങളുടെ സുഹൃത്തുക്കള്, ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ പാർട്ട്നേഴ്സിന്റെ അവരുടെ അടുത്തിൽ നിന്ന് വന്ന സ്വഭാവങ്ങള്, ബാക്കി സംഭവങ്ങളായിരിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ തന്നെ ഭാഗത്ത് നിന്ന് സംഭവിച്ച തെറ്റുകളായിരിക്കാം റിലേഷൻഷിപ്പുകളിൽ. ഇതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിക്കുക. നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിൽ നിന്നും പിറകോട്ട് വലിക്കുന്ന നെഗറ്റീവ് ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഇത് ഹീൽ ചെയ്ത് ഒഴിവാക്കിയേ പറ്റൂ. കുറച്ച് പ്രശ്നം തന്നെയാണ് ഹീൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം. പക്ഷെ ഇത് മാത്രമേ അതിന് മാർഗമുള്ളൂ. നമ്മൾ എത്ര മറന്നു കളഞ്ഞിട്ടും കാര്യമില്ല, നീക്കി വെച്ചിട്ടോ മാറ്റി വെച്ചിട്ടോ കാര്യമില്ല. റൂമിലെ മാലിന്യങ്ങളൊക്കെ ഒരു മൂലയിൽ നമ്മൾ കൊണ്ടുപോയി ഇട്ടത് കൊണ്ട് റൂം ക്ലീൻ ആവില്ല, ദുർഗന്ധം മാറില്ല, പ്രശ്നങ്ങൾ അവസാനിക്കില്ല. അത് വീണ്ടും അവിടെ തന്നെ ഉണ്ടാകും. തൽക്കാലം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടും, നിങ്ങൾക്ക് മാസ്ക് വെച്ചാല് സ്മെല്ല് കിട്ടാതെ ആവും. പക്ഷെ ഇത് കാലക്രമേണ ഓരോ ദിവസം ചെല്ലും തോറും ഈ പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. ഇത് നമ്മൾ ഹീൽ ചെയ്ത് ഒഴിവാക്കുക തന്നെ വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം അല്ലെ? ഇതിൽ റിലേഷൻഷിപ്പുകൾ തന്നെ ഒരുപാട് സംഭവങ്ങൾ കേട്ടോ. ഇപ്പൊ ഉള്ള റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പ്രസന്റ് നമ്മളെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം എന്താണ്, അത് നമ്മൾ മാറ്റം വരുത്താൻ തയ്യാറാവണം. ബോധപൂർവം അതിൽ നമ്മൾ മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത്. തൽക്കാലമായിട്ട് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അതിന്റെ പ്രശ്നങ്ങൾ ഒക്കെ ഹീൽ ചെയ്യാൻ തൽക്കാലം നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അല്ലെ? അധികം ആൾക്കാർ ഇത്തരം പ്രശ്നങ്ങളും ചിന്തകളൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്നെങ്കിൽ കൂടുതൽ ഫുഡ് കഴിക്കും, ഫുഡ് കഴിക്കാതിരിക്കും, ഒന്ന് ട്രിപ്പ് പോവും, തൽക്കാലം സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലേ? അതുകൊണ്ട് നമുക്ക് തൽക്കാലം സമാധാനം കിട്ടും. ഇറ്റ്സ് ഓക്കെ, നമുക്ക് ചെയ്യാം, അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഹീൽ ചെയ്യണമെങ്കിൽ, ഒഴിവാക്കണമെങ്കിൽ നമ്മൾ പണിയെടുക്കാൻ തയ്യാറാവണം. ആ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ കുറച്ച് പണിയുണ്ട്. ആ ഒരു എനർജി നമ്മൾ മനസ്സിന്റെ അകത്തേക്ക് കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഈ സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഹീൽ ചെയ്തു പോവും. അതിന് നമ്മുടെ ഇതിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ EFT. ഓക്കെ, ഹലോ എവരിവൺ, ജസ്റ്റ് കമന്റ് ചെയ്യൂ ഹലോ.
ഇവിടെ തന്നെയല്ല എല്ലാവരും ലൈവില് EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്, അതേപോലെ തന്നെ EMDR, 3-4 ട്രോമ ഹീലിംഗ് മെത്തേഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ നമ്മുടെ സെഷനിൽ, കാലിക്കറ്റ് വെച്ച സെഷനിൽ EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിൽ തന്നെ എല്ലാവരുടെയും ട്രോമകൾ കംപ്ലീറ്റ് ആയിട്ട്, ചെറിയ ട്രോമകളാണ് നമ്മൾ ആദ്യം എടുക്കുക, ഹീൽ ചെയ്ത് പോയിരുന്നു. ഇതേപോലെ തന്നെ മറ്റ് മെത്തേഡുകളുണ്ട്. EMDR നമ്മൾ വിളിക്കും, ഐ മൂവ്മെന്റ് ഡീസെൻസിറ്റേഷൻ. അതിൻ്റെ ഒരു ചെറിയ വേർഷനാണ് ഇന്ന് നമ്മൾ മെഡിറ്റേഷൻ സെഷനിൽ ചെയ്തിരുന്നത്. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തത്? ജസ്റ്റ് കമന്റ് ചെയ്യോ. EMDR സെഷനാണ്, ഐ മൂവ്മെന്റ് ഡിസെൻസിറ്റൈസേഷൻ റീപ്രോസസ്സിങ്. കുറച്ച് വലിയ വേർഡാണ് കേട്ടോ. ആ സംഭവമാണ് നമ്മുടെ മെഡിറ്റേഷൻ സെഷനിൽ നമ്മൾ ഇന്ന് ചെറുതായിട്ട് ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? ഇതേപോലെ തന്നെയാണ് കുറച്ചുള്ളത്. ചില ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് സംസാരിക്കുന്ന CBT, DBT എന്നൊക്കെ പറയും. എന്താണ് വിഷയം എന്നുള്ളത് ബാക്കിയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ ചെറിയൊരു സമാധാനം കിട്ടും. ഇത്തരത്തിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ ഏത് നോക്കി കറക്റ്റ് ആയിട്ട് നമ്മൾ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ, ചില ആളുകൾക്ക് EFT ഉപയോഗിച്ച് കുറെ അങ്ങ് ഡീപ്പർ ആയിട്ട് പോകും. ഫർദർ സ്റ്റെപ്പ് വേണമെങ്കിൽ മറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യേണ്ടി വരും. ഇത്തരത്തിലുള്ള 5-6 മെത്തേഡ്സ് ഒന്നിച്ച് ക്ലബ് ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്തതാണ് ഇന്നർ ഡിസൈനിങ്. അതിൻ്റെ ഫസ്റ്റ് നമ്മുടെ ബാച്ച് അടുത്ത 1-ാം തീയതി, ഒക്ടോബർ 1-ാം തീയതി മുതൽ അതിൻ്റെ ബാച്ച് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അതിൻ്റെ രജിസ്ട്രേഷൻ പതുക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മുബഷിറായിട്ട് കോണ്ടാക്ട് ചെയ്ത് കിട്ടും. ഓക്കെ, വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ടല്ലോ? ഡൗട്ടുകളുണ്ട് ഇതിൽ കൂടുതലായിട്ട്? നമ്മുടെ ട്രോമ ഹീലിംഗിൽ, അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ട്രോമയിൽ കൂടുതൽ ഇന്ന് പറഞ്ഞ ടോപ്പിക്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഒന്നും കൂടെ പറയുമോ? ഓക്കെ, കോംപ്ലിക്കേറ്റഡ് ആയി പോയല്ലേ? ഓക്കെ, അതായത് ഇല്ലേ, EFT നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ട്രോമ ഹീലിംഗിന്റെ. അതിലൂടെ നമ്മൾ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ ഈ റിലേഷൻഷിപ്പ് ട്രോമകള്, മാലിന്യങ്ങള്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഇതിനെ ഓരോന്നായിട്ട് എടുത്ത് ഹീല് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ചില ആളുകൾക്ക്, ഇപ്പൊ മെഡിറ്റേഷന്റെ കാര്യത്തിൽ നമ്മൾ പറയാറുണ്ട്, ചില ആളുകൾക്ക് ബാക്കിയുള്ളവരോട് സംസാരിക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഭാരം ഇറക്കി വെക്കുമ്പോൾ കുറച്ച് സമാധാനം കിട്ടും. താൽക്കാലികമായിട്ട്, പൂർണ്ണമായിട്ടും പോകുന്നില്ല അത്. ചില ആളുകൾക്ക് പറയാൻ ഇഷ്ടം ഉണ്ടാവില്ല. അത്തരത്തിൽ നമ്മൾ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ് അല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവം ഒക്കെ വളരെയധികം ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെ ഈ ട്രോമ ഹീലിംഗ്, നമ്മുടെ ട്രോമകൾ ഹീല് ചെയ്യുന്ന മെത്തേഡും ജനറൽ മെത്തേഡ്സ് നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യും. ഒരുപാട് ട്രോമകൾ അതുകൊണ്ട് തന്നെ ഹീൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഡീപ്പർ ആയിട്ട്, പ്രത്യേകിച്ച് ഇപ്പൊ കുട്ടിക്കാലത്തുണ്ടായ ട്രോമകള്, അതേപോലെ തന്നെ അകത്തേക്ക് ഒരുപാട് വേരുകളുള്ള ട്രോമകൾ ഹീൽ ചെയ്യണമെങ്കിൽ ഒന്നുകൂടി പേഴ്സണലൈസ്ഡ് ആയിട്ട് ഓരോരുത്തർക്ക് സ്പെസിഫിക് ആയിട്ട് ഉണ്ടാക്കിയ മെത്തേഡ്സ് ആവശ്യമുണ്ട്. അതിന് നമ്മൾ ചെയ്യുക എന്താന്ന് വെച്ചാൽ, ഈ മെത്തേഡ്സ് 3-4 മെത്തേഡ്സ് ഉണ്ട്. EMDR, EFT, ഹിപ്നോസിസ്, അതേപോലെ തന്നെ DBT എന്ന് പറയും. അത്തരത്തിൽ അതിൻ്റെ ആ പേര് ഇതാക്കി ഒരുപാട് ഞങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ആ മെത്തേഡ്സിൽ കറക്റ്റായിട്ട് ക്ലബ് ചെയ്തുകൊണ്ട് ഓരോരുത്തർക്ക് ആവശ്യമുള്ള മെത്തേഡ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇന്നർ ഡിസൈനിങ് കോഴ്സിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ അഡ്മിഷനാണ് അടുത്ത 1-ാം തീയതി മുതലാണ് നമ്മൾ ആ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ അഡ്മിഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ഓക്കെ, ഫർദർ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഓക്കെ അല്ലേ? ഇതിലെന്ന് പറഞ്ഞാല് നമ്മുടെ ഈ മനസ്സിന്റെ അകത്ത് നമ്മുടെ ശരീരം നമ്മൾ ദിവസം ക്ലീൻ ചെയ്യുന്നുണ്ടല്ലേ? എല്ലാവരും അല്ലേ? ദിവസം ചിലര് ഇപ്പൊ കുറച്ച് ചൂടുള്ള സമയത്ത് നമുക്ക് എന്തായാലും ദിവസം 1-2 പ്രാവശ്യം കുളിക്കേണ്ടി വരും അല്ലെ? ബാക്കി നമ്മുടെ റൂം നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്, മൊത്തം സംഭവങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്, റൂം, വീട് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിന്റെ അകത്ത് ഒരുപാട് ആൾക്കാർ മാലിന്യം കൊണ്ടിട്ട് പോകുന്നു. ഒരുപാട് ആളുകള് നമ്മളെ പക, വിദ്വേഷം ഒക്കെ ആയിട്ട് പലവിധ ഇമോഷൻസ്, ചിന്തകൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഇട്ട് പോകുന്നു. ഞാനും വന്നില്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കി മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ടാക്കുന്നു, സ്വയം ചിന്തിച്ചുണ്ടാക്കുന്നു. ഇതൊക്കെ ഈ മാലിന്യങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്ത് ഒഴിവാക്കണം. കുറെ മാലിന്യങ്ങൾ നമ്മുടെ തല സഹിക്കും, ക്ഷമിക്കും, സഹിക്കും ഒക്കെ ചെയ്യും.
സഹിക്കാൻ പറ്റാതെ വരുമ്പം ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക്, ശ്വാസകോശത്തിലേക്ക്, ബാക്കി ശരീരഭാഗങ്ങളിലേക്ക് ഒക്കെ അത് പറഞ്ഞയക്കും, അങ്ങോട്ടൊക്കെ പറഞ്ഞു വിടും. അതാണ് നമുക്ക് അസുഖങ്ങളായിട്ട്, ശാരീരിക ബുദ്ധിമുട്ടുകളായിട്ട്, സൈക്കോസോമാറ്റിക് അസുഖങ്ങളായിട്ട് 30ഓളം അസുഖങ്ങളുണ്ട് അതായിട്ട് പുറത്തു വരുന്നത്. നമ്മുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാതെ, ഇമോഷൻസ് കാരണം നമുക്ക് അതിലൊന്നും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാതെ വരുന്നതിൻ്റെ ബേസിക് കാരണം ഈ മാലിന്യങ്ങളാണ്. ഈ മാലിന്യങ്ങളെ എടുത്ത് നമ്മൾ നീക്കം ചെയ്യുന്നു. അതാണ് ട്രോമ ഹീലിംഗ് ഇന്നർ ഡിസൈനിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇതിന് കൂടുതൽ നമ്മുടെ കോഴ്സിലൂടെ 1 മന്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴ്സാണത്. അതിലൂടെ നമ്മൾ ചെയ്യുന്നത് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് വേണ്ട രീതിയിലുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കെയർ ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരാൾക്ക് ഓരോരുത്തർക്കും പേഴ്സണൽ മെന്ററിങ് ഉണ്ടാവും. എവിടെയാണ് പ്രശ്നം സംഭവിക്കുന്നത്, ഈ ഹീലിംഗ് ചെയ്തു പോകുമ്പോൾ ചെറിയ ചെറിയ ട്രോമകളൊക്കെ കഴിഞ്ഞു പോയി ഡീപ്പർ ട്രോമകളിലേക്ക് എത്തുമ്പം അത് ചില ട്രോമകളെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. മൾട്ടിപ്പിൾ പീസസ് ആക്കിയിട്ടാണ് നമ്മൾ അതിനെ ഹീൽ ചെയ്യുക. അതിന് ഓരോരുത്തർക്കും സ്പെസിഫിക് ആയിട്ടുള്ള മെത്തേഡ് വേണം. കാരണം നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്, നമ്മുടെ ചിന്തകൾ വ്യത്യസ്തരാണ്, സ്വഭാവം വ്യത്യസ്തരാണ്, കംപ്ലീറ്റ്ലി നമ്മൾ വ്യത്യസ്തരാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് മെത്തേഡാണ് ഇന്നർ ഡിസൈനിങ് നമ്മൾ ഒരുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ സെഷൻ ഞാൻ നിർത്തുകയാണ്. അപ്പം ഞാൻ ഇന്ന് മൊത്തത്തിൽ പറഞ്ഞത് നമ്മുടെ റിലേഷൻഷിപ്പുകൾ, നമ്മൾ ഒന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാണ്, ഭയങ്കര ഇൻട്രോവേർട്ടാണ്, ഞാൻ ഇനി മുതൽ ഒറ്റയ്ക്ക് ജീവിക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ട് നമ്മുടെ സന്തോഷം തിരിച്ചു വരില്ല. നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള സംഭവങ്ങൾ നമ്മൾ ഹീൽ ചെയ്ത് ഒഴിവാക്കണം. റിലേഷൻഷിപ്പുകളിൽ കോൺഫിഡൻസ് നമുക്ക് എന്തുകൊണ്ട് വരുന്നില്ല, ബാക്കിയുള്ളവരോട് പെരുമാറുമ്പം എന്തുകൊണ്ട് നമുക്ക് കോൺഫിഡൻസ് അകത്ത് വരുന്നില്ല എന്ന് ചോദിച്ചാൽ റിലേഷൻഷിപ്പ് ട്രോമകൾ ഉണ്ടാവും. അത് ഹീൽ ചെയ്യണം, എന്നിട്ട് ഇത് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് അതിനുള്ള പോംവഴി. അതല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുക, നമുക്ക് ലൈഫ് മാറിയിക്കാട്ടോ, അത് നമുക്ക് വേറെ സെഷനിൽ പറയാം. എങ്ങനെ ഡിറ്റാച്ച്മെന്റ്, പവർ ഓഫ് ഡിറ്റാച്ച്മെന്റ് എന്നുള്ളത്. ഒരുപാട് നമ്മൾ അറ്റാച്ച്ഡ് ആയിരുന്നാലും, റിലേഷൻഷിപ്പിൽ ഒരുപാട് അറ്റാച്ച്ഡ് ആയിരുന്നാലും പ്രശ്നമാണ്. പക്ഷേ റിലേഷൻഷിപ്പുകളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട സന്തോഷങ്ങൾ അവിടെ നിന്ന് തന്നെ കിട്ടണം. കാരണം നമ്മുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ വളരെ പവർഫുൾ ആയിട്ടുള്ള ഹോർമോൺ. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാലല്ലേ ശരിക്കും നമ്മൾ പറയാറില്ലേ മാതാവിന്റെ സ്നേഹം, നൊന്ത് പ്രസവിച്ച മാതാവ് എന്നൊക്കെ നമ്മൾ ഒരുപാട് ഇമോഷണലി പറയാറില്ലേ, അത് വേറെ ആരുമല്ല, ഈ ഓക്സിറ്റോസിൻ ആണ്. ഓക്സിറ്റോസിൻ ഈ പ്രസവ സമയത്ത് ഒരുപാട് റിലീസ് ആവും. അത് കാരണമാണ് ഉമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധം, മാതാവും കുട്ടിയും തമ്മിലുള്ള ബന്ധം സുദൃഢമാകാൻ. ആ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക്, അതിൻ്റെ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഈ ഓക്സിറ്റോസിൻ ആണ്. ഇത്തരത്തിൽ ഓക്സിറ്റോസിൻ റിലീസ് ആവാതെ, ആവശ്യത്തിന് റിലീസ് ആവാതെ നമുക്കൊരു ഹെൽത്തി ലൈഫ് പലപ്പോഴും ജീവിക്കാൻ പറ്റില്ല. അത് നമ്മുടെ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെയാണ് നമുക്ക് വരുന്നത്. കൂടുതലായിട്ടും ബാക്കി സംഭവങ്ങളുണ്ട്, കൂടുതലായിട്ടും റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അത് അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടണം. അപ്പൊ അതിൽ ട്രോമകൾ ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, സുഹൃത്തുക്കളുമായിട്ട് ഇടപഴകുന്നതിൽ ബാക്കി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിലെ ട്രോമകൾ നമ്മൾ ഹീൽ ചെയ്ത് ഒഴിവാക്കുക തന്നെ വേണം. ഓക്കെ, താങ്ക് യു ആൾ. ഇന്നത്തെ സെഷൻ നമുക്ക് നിർത്താം. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ചെയ്യാനുള്ള പവർഫുൾ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഫോർഗിവ്നെസ് തന്നെയാണ്, ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത്. അതായത് നമ്മൾ സഹിക്കുക എന്നല്ല കേട്ടോ, നമ്മൾ മുന്നത്തെ സെഷനിൽ പറഞ്ഞിട്ടുണ്ട് റിലേഷൻഷിപ്പിൽ നിങ്ങൾ താന്നു കൊടുക്കുകയെന്നോ സഹിക്കുക എന്നൊന്നും ഇതിനർത്ഥമില്ല. റിലേഷൻഷിപ്പിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വിഷമങ്ങള്, സങ്കടങ്ങൾ നീക്കം ചെയ്യുക, മാലിന്യങ്ങൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നീക്കം ചെയ്യുക, അത്ര മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് പറഞ്ഞു തരും നമുക്ക്. റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചെയ്യണം, ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് അതിനുള്ള ശേഷി നമുക്കുണ്ട്, നമ്മുടെ ശരീരത്തിനുണ്ട്, നമ്മുടെ മനസ്സിനുണ്ട്. ഓക്കെ, ഓക്കെ ലത. ഓക്കെ, ക്ലാസ് ഓൺലൈൻ ആണ്, ഓൺലൈൻ ക്ലാസ് ആണ് ഉണ്ടാവുക. ഓൺലൈനിലാവുമ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ, നമ്മുടെ ട്രോമ ഹീലിംഗ് ചെയ്യുമ്പോൾ കറക്റ്റ് എവിടെയാണോ സ്റ്റക്ക് ആവുന്നത് അവിടെ നോക്കി അതിന് അഡ്വൈസ് തരാനുള്ള പേഴ്സണൽ മെന്ററിങ് ഉണ്ടാവും. PC എന്നാണ് നമ്മൾ വിളിക്കുക, പേഴ്സണൽ കോച്ചിങ് അസിസ്റ്റന്റ് ഉണ്ടാവും. അവരും കൂടിയിട്ടാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്യുക. ഓക്കെ, ഏകദേശം 8 ക്ലാസ് ഉണ്ടാവും. ഓക്കെ, എമൗണ്ട് ഡീറ്റെയിൽസ് അതിൽ തരും. ഇപ്പൊ ഡിസ്കൗണ്ട് പ്രൈസും ഉണ്ട്. ഡീറ്റെയിൽസ് നിങ്ങൾ മുബഷിറായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ,
ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, താങ്ക് യു ആൾ.